പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത PV. സമ്പദ് വ്യവസ്ഥ ശക്തമായ നിലയിൽ 7.2% വളരും. ന്യൂഡൽഹി. ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ശക്തമായ നിലയിലാണെന്നും ഈ സാമ്പത്തിക വർഷം വളർച്ച 7.2% അന്താരാഷ്ട്ര സാമ്പത്തിക റേറ്റിംഗ് ഏജൻസി മൂഡീസ് സമ്പദ് വ്യവസ്ഥ 6.8% വളരുമെന്ന മുൻ പ്രവചനം തിരുത്തിയാണ് 7.2%-ലെത്തുമെന്ന പുതിയ പ്രവചനം. വ്യാപാര അന്തരീക്ഷം മെച്ചപ്പെട്ടെന്നും സ്വകാര്യ ഉപഭോഗം വർദ്ധിച്ചെന്നും മൂഡീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. 2024 ആദ്യ പാദത്തിൽ സമ്പദ് വ്യവസ്ഥ 7.8% വളർന്നു. വ്യവസായ സേവന മേഖലകൾ കുതിക്കുകയാണ്. നാണയപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റം കുത്തനെ കുറഞ്ഞ സാഹചര്യത്തിൽ സ്വകാര്യ ഉപഭോഗം വീണ്ടും വർദ്ധിക്കും. ഗ്രാമീണ മേഖലകളിലെ ഡിമാൻഡും കൂടി. വിലക്കയറ്റം ജൂണിൽ 5.1% ജൂലൈയിൽ 3.5% കുറഞ്ഞു. യുവശക്തി ഫലപ്രദമായി ഉപയോഗിച്ചാൽ 6 മുതൽ 7% വരെയുള്ള വളർച്ച രാജ്യത്തിനു നിലനിർത്താൻ സാധിക്കും. റിപ്പോർട്ടിൽ തുടരുന്നു. ദേശീയ വനിതാ കമ്മീഷൻ വിശദീകരണം തേടും. ന്യൂഡൽഹി. മലയാള സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടാൻ ദേശീയ വനിതാ കമ്മീഷൻ തീരുമാനം. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ കേരളത്തിലെത്തി നേരിട്ട് അന്വേഷിക്കുമെന്നും ദേശീയ വനിതാ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി മീനാക്ഷി നേഗി, വനിതാ കമ്മീഷൻ അംഗം ഡെലീന കോങ്ഡപ്പ് എന്നിവർ പറഞ്ഞു. നഷ്ടം സംഭവിച്ച മുഴുവൻ പേരെയും സഹായനിധിയിൽ ഉൾപ്പെടുത്തും. നാദാപുരം. വിലങ്ങാട് ഉരുൾപൊട്ടൽ മേഖല നിയമസഭാ പരിസ്ഥിതി സംഘം സന്ദർശിച്ചു. രാവിലെ 9 മണിയോടെ വിലങ്ങാടെത്തിയ സംഘം മഞ്ഞച്ചീളി, മഞ്ഞക്കുന്ന്, കുറ്റല്ലൂർ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. മഞ്ഞച്ചീളിയിൽ വെച്ച് ദുരിതബാധിതരുടെ പരാതികൾ സംഘം കേട്ടു. നഷ്ടം സംഭവിച്ച എല്ലാവർക്കും അർഹമായ പരിഗണന നൽകി നഷ്ടപരിഹാരവും പുനരധിവാസവും സാധ്യമാക്കുമെന്ന് നിയമസഭാ പരിസ്ഥിതി സമിതി അംഗങ്ങൾ പറഞ്ഞു. പ്രദേശത്ത് നാശനഷ്ടങ്ങളുടെ പഠനം തുടരണമെന്നും ഇതിനായി NIT സാങ്കേതിക വിദഗ്ധർ അടുത്തുതന്നെ ഡ്രോൺ സംവിധാനത്തോടുകൂടി ദുരിത മേഖലയിൽ നിരീക്ഷണം നടത്തി വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കും. ഒരാഴ്ച സംഘം ഇതിനായി സ്ഥലത്ത് ക്യാമ്പ് ചെയ്യും. സ്വന്തം വീട്ടിൽ തന്നെ ആർക്കും നിലവിൽ സുരക്ഷിതയില്ലാത്ത അവസ്ഥയാണുള്ളത്. ഇവരെ സുരക്ഷിതമായി മാറ്റി പാർപ്പിക്കും. കൃഷിയും നഷ്ടപ്പെട്ടവർക്ക് പൂർണ്ണ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കും. പരിസ്ഥിതി സമിതി ചെയർമാൻ EK വിജയൻ, MLA മോൻസ് ജോസഫ്, MLA സണ്ണി ജോസഫ്, ജോബ് മൈക്കിൾ, AD പ്രസന്നൻ, TI മധുസൂദനൻ, MLA ജില്ലാ കലക്ടർ സ്നേഹിത് കുമാർ സിംഗ്, RDO ഷാമിൽ സെബാസ്റ്റ്യൻ, ഡെപ്യൂട്ടി കളക്ടർ അനിത കുമാരി, തഹസിൽദാർ D രഞ്ജിത്ത്, വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P സുരയ്യ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് തുടക്കം. കോഴിക്കോട് സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ 16ാമത് അഖിലേന്ത്യാ ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് തുടക്കം. T സിദ്ദിഖ് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ എല്ലാ ജപ്തി നടപടികളും നിർത്തിവെക്കണം. മാനന്തവാടി. വയനാടിൻ്റെ നിലവിലുള്ള പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ബാങ്കുകളും മറ്റും നടത്തുന്ന എല്ലാ ജപ്തി നടപടികളും നിർത്തിവെക്കണമെന്നു സ്വതന്ത്ര കർഷക സംഘം മാനന്തവാടി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. പേമാരിയും മറ്റു പ്രതികൂല സാഹചര്യങ്ങളും കാരണം കർഷകരുൾപ്പെടെ എല്ലാ വിഭാഗവും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുകയാണെന്നും യോഗം ചൂണ്ടിക്കാട്ടി. പ്രസിഡന്റ് മായൻ മുതിര അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി PK അബ്ദുൽ അസീസ് ഉദ്ഘാടനം ചെയ്തു. ഉരുൾപൊട്ടലിനു പിന്നാലെ കാട്ടാന ഭീതിയിൽ ചൂരൽമല പ്രദേശം. ചൂരൽമല. ഉരുൾപൊട്ടലിനു പിന്നാലെ കാട്ടാന ഭീതിയിലായിരിക്കുകയാണ് ചൂരൽമല മുണ്ടക്കൈ പ്രദേശം. ഉരുൾപൊട്ടലിനു ശേഷം ആവാസ വ്യവസ്ഥ പൂർണ്ണമായും തകരാറിലായ കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഒറ്റയായും കൂട്ടമായും കാടിറങ്ങുന്നത് പതിവാണ്. ഉരുൾപൊട്ടിയൊലിച്ച പ്രദേശം മറികടന്ന് കാട്ടാനകൾക്ക് മറ്റു വനമേഖലകളിലേക്ക്
സഞ്ചരിക്കാൻ കഴിയാത്തത് പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. കൂടാതെ ഭക്ഷണ ലഭ്യതയ്ക്കും കാര്യമായ കുറവുണ്ട്. അതിനാൽ തന്നെ ഉരുൾപൊട്ടലിൽ നിന്ന് അവശേഷിച്ച കൃഷിയിടവും കാട്ടാനകൾ നശിപ്പിക്കുകയാണ്. മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശത്തെ വീടുകളിൽ ആൾതാമസമില്ലാത്തതും ആനകൾക്ക് സ്വൈര്യവിഹാരത്തിന് കാരണമാകുന്നുണ്ട്. ഉരുൾപൊട്ടിയ അന്നു മുതൽ ഇവിടങ്ങളിൽ കാട്ടാന സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ ദിവസം നീലിക്കാപ്പ് പരിസരത്ത് വീണ്ടും കാട്ടാന പരിസരവാസികളെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു. വ്യാപക കൃഷിനാശമാണ് ആനക്കൂട്ടം ഇവിടങ്ങളിൽ വരുത്തിയത്. കുലക്കാറായ വാഴകളും തെങ്ങുകളും പൂർണ്ണമായും നശിപ്പിച്ചു. നാട്ടുകാർ ശബ്ദമുണ്ടാക്കിയെങ്കിലും കാടുകയറാൻ തയ്യാറാകാതിരുന്ന ആനകളെ വനപാലകരെത്തിയാണ് തുരത്തിയോടിച്ചത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വ്യാപക കൃഷിനാശമുണ്ടാക്കിയാണ് ആനകൾ ഓടിമറഞ്ഞത്. പ്രാദേശികം. അറ്റകുറ്റപ്പണിക്കുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞു. അത്തോളി. കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായ കൊളത്തൂർ കല്ലറക്കൽ താഴം പാലം പൊളിച്ചു പണിയണമെന്ന ആവശ്യം ശക്തമായിരിക്കെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കം തടഞ്ഞു. കൂമുള്ളി മുതൽ കോക്കല്ലൂർ റൂട്ടിലെ ഏറെ പഴക്കമുള്ള പാലമാണിത്. കാലപ്പഴക്കത്താൽ സിമന്റ് അടർന്ന് കമ്പി പുറത്തായിട്ടുണ്ട്. പാലത്തിൻ്റെ അടിഭാഗത്ത് മിക്കയിടത്തും ഇതാണ് സ്ഥിതി. ദുർബലാവസ്ഥയിലായ പാലം പൊളിച്ച് പുതിയ പാലം പണിയണമെന്ന ആവശ്യം ശക്തമാണ്. എന്നാൽ സിമന്റ് ചാന്ത് ഉപയോഗിച്ച് അടർന്ന ഭാഗം മിനുക്കി പാലം നിലനിർത്താനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. ഈ മേഖലയിൽ 10 കിലോമീറ്ററോളം ദൂരം റോഡ് പണിയുന്നതിന് കേന്ദ്ര പദ്ധതിയിൽ 14.72 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. റോഡും പാലവും ഉൾപ്പെടെ നവീകരണത്തിന് പദ്ധതി ഉണ്ടായിരിക്കെ അപകടാവസ്ഥയിലായ പാലം പൊളിച്ച് പുതുക്കി പണിയുന്നതിനു പകരം സിമന്റ് ചാന്ത് ഉപയോഗിച്ച് പാലം മിനുക്കാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞു. പാലം പണിയണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാണ്. ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഉണ്ണികൃഷ്ണൻ കൊളത്തൂർ, രാജീവൻ കൊളത്തൂർ, പി രമേശൻ എന്നിവർ നേതൃത്വം നൽകി. രാമായണവും മറ്റും കാലാതിവർത്തി. സച്ചിദാനന്ദൻ. കോഴിക്കോട്. രാമായണം ഉൾപ്പെടെ ലോകത്തിലെ മഹാകാവ്യങ്ങളെല്ലാം വിവിധ രീതിയിൽ ഇപ്പോഴും വായിക്കപ്പെടുന്നുവെന്ന് സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ പറഞ്ഞു. ഒരു കാലഘട്ടത്തിലേതാണെങ്കിലും കൃതികൾ കാലാതിവർത്തിയായി വായിക്കപ്പെടണം. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലും DC ബുക്സും സംഘടിപ്പിച്ച DC കിഴക്കേമുറി സ്മാരക പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NS മാധവൻ ഉദ്ഘാടനം ചെയ്തു. എന്താണ് ചരിത്രം എന്ന വിഷയത്തിൽ ചരിത്രകാരൻ മനു S പിള്ള പ്രഭാഷണം നടത്തി. സാഹിത്യ നഗരവും സാഹിത്യോത്സവങ്ങളും വിഷയത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ്, A പ്രദീപ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. MK മുനീർ MLA ചീഫ് ഫെസിലിറ്റേറ്റർ, രവി DC പ്രോഗ്രാം കൺവീനർ, KV ശശി DC ബുക്സ് പബ്ലിക്കേഷൻ മാനേജർ, AV ശ്രീകുമാർ, VJ ജെയിംസ്, ഷീല ടോമി, ഫ്രാൻസിസ് നൊറോണ, AK അബ്ദുൾ ഹക്കീം തുടങ്ങിയവർ പങ്കെടുത്തു. ശുഭദിനം. നന്ദി.